അതായത് നമ്മുടെ ഹുസ്സൻ മാഷ് നല്ല ഒരു എന്താണ് പറയുക, സ്വഹാബികൾക്കൊരു സന്നദ്ധാന പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഫൈസിമാർക്ക് വേണ്ടി ഇന്നലെ സയ്യിദുൽ സന്നദ്ധാന പ്രഭാഷണം നടത്തിയപ്പോൾ സ്വഹാബികളാകെ നിരാശരായി നിൽക്കാൻ, അപ്പോൾ സ്വഹാബികൾക്ക് വേണ്ടി ഒരു സന്നദ്ധാന പ്രഭാഷണം, സ്വഹാബി ബിരുദം സ്വീകരിക്കുന്നവർക്ക് വേണ്ടി ഒരു സന്നദ്ധാന പ്രഭാഷണം നമ്മുടെ ഹുസ്സൻ മാഷ് നിർവഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പ്രഭാഷണത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ജിഫ്രി തങ്ങള് എന്താണ് പറയുക, ഒരു ദർസ് പാരമ്പര്യമോ അല്ലെങ്കിൽ സംഘടനാ പാരമ്പര്യമോ ഇല്ല എന്നുള്ളതാണ്. ഒരു കളവ് 1000 വട്ടം പറഞ്ഞാൽ അത് അർദ്ധസത്യമാകും എന്നുള്ള ഒരു ഗിബൽസിയൻ തന്ത്രമായിരിക്കാം ഇയാള്. ഒരു മാസ്റ്റാണല്ലോ, അപ്പൊ മാഷ്മാർക്ക് ഇങ്ങനെയുള്ള ചില അടവുകളൊക്കെ ഉണ്ടാകും. മാഷ്മാർ ക്ലാസ് കയറി കഴിഞ്ഞാൽ അവർ വേണ്ടത്ര കുട്ടികളെ പഠിപ്പിക്കാൻ പ്രിപ്പയർഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ തള്ളും കഥകളൊക്കെ ആയിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യും, സമയം ചെലവഴിക്കും. അത് കുട്ടികളെ മുന്നിൽ അങ്ങനെ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് മാഷ്മാർക്ക്. അപ്പൊ അങ്ങനത്തെ ചില കുതന്ത്രങ്ങളൊക്കെ ഉള്ള കയ്യിരിപ്പുള്ള ആളായത് കൊണ്ടായിരിക്കാം ഒരു കളവ് പറഞ്ഞിട്ട് അത് സത്യമാക്കാൻ ശ്രമിക്കുന്നത്. 21 വയസ്സിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 21 വയസ്സിൽ ദർസ് തുടങ്ങിയ ആളാണ് തങ്ങൾ ഉസ്താദ്. എന്ന് മാത്രമല്ല, അന്ന് തന്നെ ദർസിൽ 30-40 കുട്ടികൾ അദ്ദേഹത്തിന് ശിഷ്യന്മാരായിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ദർസൊക്കെ നടത്തി, പല ഭാഗത്തും ദർസ് നടത്തിയതിന് ശേഷം സ്വന്തം കുടുംബത്തിലെ ചില പ്രാരാബ്ദങ്ങൾ, അത് ഏതൊരു മനുഷ്യന്മാർക്കും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. വളരെ പ്രയാസപ്പെട്ട് അങ്ങനെ ഉണ്ടായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഗൾഫിലേക്ക് പോയി. സ്വന്തം കുടുംബത്തിന് വേണ്ടി പിന്നെ സമ്പാദിക്കുന്നതും, സ്വന്തം കുടുംബം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യ മക്കളെന്നല്ല അവിടെ ഉള്ളത്, അദ്ദേഹത്തിന്റെ സ്വന്തം പെങ്ങന്മാർ, അദ്ദേഹത്തിന്റെ വാപ്പന്റെയും മഞ്ഞും മക്കള് ഉണ്ട്. അവരൊക്കെ നോക്കാൻ വേണ്ടിയും സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ അദ്ദേഹം ഗൾഫിലേക്ക് കയറി പോയതാണ്. പലരും ഗൾഫ് മണലാണ്യത്തിൽ പോകുന്നത് തന്നെ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ ഗൾഫിലൊക്കെ പോയി ദർസൊക്കെ നടത്തിയതിനു ശേഷം ഗൾഫിലൊക്കെ പോയി. അങ്ങനെ അദ്ദേഹം അവിടെ കിട്ടിയ ജോലി കയറുക എന്നല്ലാതെ അവിടെ ഇപ്പോൾ ദർസ് നടത്താൻ പറ്റില്ലല്ലോ, നമുക്കറിയാലോ മറ്റുള്ള അറബ് രാജ്യങ്ങളിലെ അവസ്ഥയൊക്കെ. അപ്പൊ അവിടെ പോയി അങ്ങനെ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലുള്ള ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തിന് വേണ്ടിയൊക്കെ സമ്പാദിച്ചു എന്നുള്ളതൊക്കെ സത്യമാണ്. പിന്നെ അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് ഒരു വീടുണ്ടാക്കുന്നതിനും മറ്റുമൊക്കെ ബാപ്പുവാജി സഹായിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടതുമാണ്. അതൊക്കെ പോട്ടെ. അപ്പൊ അദ്ദേഹത്തെ ദർസ് പാരമ്പര്യമില്ല എന്നുള്ളത് ഏറ്റവും വലിയ കളവാണ്. 20-21 വയസ്സിൽ ദർസ് തുടങ്ങിയ ആളാണ്. പിന്നെ മറ്റൊന്നെന്താണ്, ശംസുലമ പുറത്താക്കിയത്. പിന്നെ അങ്ങനെ സ്ഥിരം പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് എന്താണ് ആളുകളെ ചെവിയിൽ തേൻ പെട്ടിച്ചിട്ട് അതിങ്ങനെ ഒരു അർദ്ധസത്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ വോയിസ് വിടുന്ന നിഷാദ് ഉടമ്പുഴയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, തങ്ങൾ ഉസ്താദ്, ഷംസുലമ, MT അബ്ദുൽ നമസ്കാർ, MT ഉസ്താദ്, ഈ 3 സമസ്തന്റെ പണ്ഡിതന്മാര് ഗന്ധി ദാറുസ്സലാമിൽ ഒരുമിച്ച് ദർസെടുത്തുന്ന കാലം, അതായത് ഷംസുലമിന്റെ 2 ശിഷ്യന്മാരാണ് MT ഉസ്താദും തങ്ങൾ ഉസ്താദും. അതിൽ MT ഉസ്താദിന്റെയും കൂടി ശിഷ്യനാണ് തങ്ങൾ ഉസ്താദ്. ഈ 3 ആളുകളും ഗന്ധി ദാറുസ്സലാമിൽ ദർസെടുത്തുന്ന കാലത്ത് അവിടെ 3 കൊല്ലം അവരെടുത്തുനിന്ന് കിതാബ് ഓതി പഠിച്ച ബീരാൻകുട്ടി ദാരിമി ഉസ്താദ് എന്ന ഉസ്താദിന്റെ ശിഷ്യനാണ് ഞാൻ. അപ്പൊ ഇന്നെ പോലത്തെ ആളുകളോട് നിങ്ങൾ അമ്മാതിരി നുണകളൊന്നും തട്ടിവിടണ്ട. ഒരു പിന്നെ 20 കിഡ്സ് നമ്മൾ പറയല്ലോ, 2000-ന് ശേഷമൊക്കെ ജനിച്ച ആളുകളുണ്ടല്ലോ, അവരോടൊക്കെ വേണമെങ്കിൽ അമ്മാതിരി നുണകളൊക്കെ വിട്ടാൽ. കാരണം 2000-ന് ശേഷം ജനിച്ച ആളുകൾ ചിലപ്പോൾ 2010, 2015 ആകുമ്പോൾ ഒരു 15 വയസ്സല്ല 2015 ആകുമ്പോൾ ആവുള്ളൂ. അവർക്ക് ചെറുപ്പത്തൊക്കെ അവർ കേട്ട് അവർ വിശ്വസിച്ച് വരും. ഞാൻ 1983 ജനിച്ച ആളാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ 80 കിഡ്സ് ആണ്. ഞങ്ങളോടൊന്നും ഈ കളവ് പറയരുത്. അതായത് തങ്ങൾ ഉസ്താദ്, MT ഉസ്താദ്, ശംസുലമ അടക്കമുള്ള 3 മഹാന്മാര് പഠിപ്പിച്ച നന്ദിയിലെ അവർ 3 ദർസ് കിതാബിൽ ഓതി പഠിച്ച ഒരു ഉസ്താദിന്റെ ശിഷ്യനാണ് ഞാൻ. അപ്പൊ അങ്ങനെ അഭിമാനമുണ്ട്. എനിക്ക് അലിഫും ബാവും പഠിപ്പിച്ചെന്ന, എനിക്ക് ഖുർആന്റെ തജ്വീദ് പഠിപ്പിച്ചെന്ന എൻ്റെ നാട്ടുകാരനായ വിശാഖ് ഉസ്താദ്, അദ്ദേഹം മരിച്ചുപോയി, അള്ളാഹു അദ്ദേഹത്തിന് ദർജയേറ്റി കൊടുക്കട്ടെ. അദ്ദേഹം കണ്യത്ത് ഉസ്താദിന്റെ ശിഷ്യനാണ്. അങ്ങനെ മഹാന്മാരായിട്ടുള്ള 2 മഹാഗുരുക്കന്മാരുടെ ശിഷ്യനാകാൻ ഭാഗ്യം ലഭിച്ച എന്നെ പോലുള്ള ആളുകളുടെ മുന്നിൽ നിങ്ങൾ ഇമാതിരി നുണകൾ അടിച്ചുവിടരുത്. ഷംസുലമന്റെ കുരുത്തവും പൊരുത്തത്തിലുമായിട്ട് ഗന്ധി ദാറുസ്സലാമില് അവിടെ ദർസ് നടത്തുകയും അദ്ദേഹത്തിന്റെ ശിഷ്യനാ കൂടിയാണ് അവിടെ. അദ്ദേഹത്തെ ദർസ് കൂടെ ഒരു സഹാധ്യാപകനായിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ പഠിപ്പിച്ചതിന്റെ ബാക്കിയും കൂടി അവിടെ പഠിക്കാനുള്ള അവസരം തങ്ങൾ ഉസ്താദിന് ഉണ്ടാവുക ചെയ്തു. അത് തങ്ങൾ ഉസ്താദ് എന്നല്ല, മഹാന്മാരായിട്ടുള്ള OK ഉസ്താദാണെങ്കിലും നെല്ലിക്കുത്ത് ഉസ്താദാണെങ്കിലും ഒക്കെ അവരൊക്കെ തങ്ങൾ ഉസ്താദ് ഷംസുലമ ദർസ് നടത്തുന്നോടത്ത് അപ്പുറത്ത് പോയി ഇങ്ങനെ കേട്ടിരിക്കുന്നതാണ്. എന്താണ് ഷംസുലമ പറയുന്നിടത്ത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. കൂടെ വർക്ക് ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആത്മീയ ശിഷ്യനായിട്ടാണ് അവിടെ ഗന്ധി ദാറുസ്സലാമിൽ തങ്ങൾ ഉസ്താദ് കഴിഞ്ഞുകൂടിയത് എന്ന് മാത്രമല്ല, തങ്ങൾ ഉസ്താദ് സമസ്തയുടെ നേതൃസ്ഥാനത്തിലേക്ക് തർബീയത്ത് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ആത്മീയത എന്താണ്, ഔലിയാക്കന്മാരുടെ ദർജ എന്താണ്, അല്ലെങ്കിൽ
തർബിയത്ത് എന്താണ്, ഷെയ്ഖ് എന്താണ്, മുരീദ് എന്താണ്, ഖലീഫ് എന്താന്ന് അറിയാൻ നിങ്ങൾക്ക് വഴിയുണ്ടാവില്ല. നിങ്ങൾക്കാകെ രാഷ്ട്രീയത്തിലെ ഖലീഫമാരെയും മുരീദുമാരെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളൂ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അത് മറ്റൊരു കളവാണ്. തങ്ങൾ ഉസ്താദിന് ശംസുലുമായിട്ടൊരു ബന്ധമില്ല എന്ന രൂപത്തിലുള്ള മറ്റൊരു കളവ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്ത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു പുകമറുണ്ടാക്കിയ ആളെ ഒരു സംശയ പ്രതിസ്ഥാനത്ത് ചേർത്ത സംഘടനാ പാരമ്പര്യം സമസ്തന്റെ കേന്ദ്ര മുഷാവറയിലേക്ക് അദ്ദേഹത്തെ ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതൊന്നല്ല. അങ്ങനെ വലിഞ്ഞു കയറാൻ പറ്റിയൊരു സംഘടനയാണോ സമസ്ത? അപ്പോൾ ദർസ് പാരമ്പര്യം ഇല്ലാത്ത ഒരു കച്ചവട പാരമ്പര്യമുള്ള ഒരു കച്ചവടത്തിന്റെ മറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിനെ സമസ്തന്റെ പ്രസിഡന്റ് ആക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം നിങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിത പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ അവഹേളിച്ചത്. നിങ്ങൾ എത്രയെത്ര മഹാന്മാരെയാണ് നിങ്ങൾ ഇപ്പോൾ അവഹേളിച്ചത്. നിങ്ങൾ ജഫീദങ്ങൾ അവഹേളിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അള്ളാഹു നിങ്ങളെ നാവ് കൊണ്ട് ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് ഔലിയാക്കന്മാരെ അവഹേളിക്കുന്ന സംസാരങ്ങളിൽ നിന്നുണ്ടാക്കി. അതാണ് കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ. അതായത് ബഹുമാനപ്പെട്ട ശംസുലബിനെ അവഹേളിച്ചു, ഔദുബില്ല. കണ്ണിയത്ത് ഉസ്താദിനെ അവഹേളിച്ചില്ലേ? കാരണം പഠിക്കുന്ന കാലത്ത് ബാറക്കല്ലാഹു എന്താണ് പറയുക, നിങ്ങളുടെ ഇൽമിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ദുആ കിട്ടിയൊരു മഹാനാണ് ജഫ്രി തങ്ങൾ. ആ സ്ഥാനത്താണ് തങ്ങൾ ഉസ്താദ് ഇരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ തങ്ങൾ ഉസ്താദിനെ മുഷാവറയിലേക്ക് എടുക്കാൻ കൊള്ളൂല, അല്ലെങ്കിൽ ദർസ് പാരമ്പര്യമില്ല, കച്ചവടക്കാരനാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ മുഷാവറയിലേക്ക് എടുത്ത കാലത്തെ അന്നത്തെ നേതാക്കന്മാരായ കാളമ്പാടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, CKM സാദിഖ് മുസ്ലിയാർ, പാറന്നൂര് ഉസ്താദ്, ഒട്ടനവധി മഹത്തുക്കള്, ദുആക്ക് ഇജാബത്തുള്ള ഒരു ദുആ ചെയ്താൽ അപ്പ ഇജാബത്തുണ്ടെന്ന് പറയുന്ന അത്രയും വലിയ മഹാന്മാര്, കുഞ്ഞാണി മുസ്ലിയാരെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാരെ പേരുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും ഒരുപാട്. കുമരമ്പത്തൂർ ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, ഈ എത്രയെത്ര മഹാന്മാര്. ഈ മഹാന്മാരുള്ള മുഷാവറേക്കാണ് ആരെടുത്തത്? തങ്ങൾ ഉസ്താദ് എടുത്തത്. അവരാരെങ്കിലും എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞോ? അവരൈക്യകണ്ഠൻ എടുത്തതല്ലേ? ഇനി അദ്ദേഹത്തെ 2008 എൻ്റെ ഓർമ്മ മുഷാവറയ്ക്ക് എടുത്തു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ട്രഷറർ സ്ഥാനത്ത് കൊണ്ടുവരുന്നു. അതായത് പാറന്നൂർ ഉസ്താദ് വഫാത്ത് ആയ ശേഷം 2014 പാറന്നൂർ ഉസ്താദ് വഫാത്താവുന്നത്. അതായത് 2008 മുഷാവറയ്ക്ക് എടുത്ത തങ്ങൾ ഉസ്താദിനെ 2014 സമസ്തനെ ട്രഷറർ ആക്കണമെങ്കിൽ ആ സമസ്തയിൽ അക്കാലഘട്ടത്തിൽ അഗ്രേസ്യരായ പണ്ഡിതൻ